പ്രതിസന്ധികൾ പലതാവാം. അവയോട് പൊരുതി ജയിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. അത് കളിക്കളത്തിലായാലും ഡയബറ്റീസിനോടായാലും. നാറ്റെക്സ്ട്രാ ജിംനിമാർ, a warrior against diabetes. നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ട് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. ടു മോട്ടിവേറ്റ് എ ക്ലയൻറ്റ് വി ഹാവ് ടു സെറ്റ് എ ഗോൾ. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും ട്രെക്കിങ്ങിന് പോകണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഹാവ് എ ഹുക്ക്. If you've come into the industry to make money, I don't think anybody, I don't think that's the right approach. എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ആൽക്കഹോൾ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇത്ര നേരം നടക്കുന്നുണ്ട്. ബട്ട് അതൊരിക്കലും സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിന് ഈക്വൽ അല്ല, അതിനെ റീപ്ലേസ് ചെയ്യല്ല. അപ്പം ഈ ഒരു 30-ലും 40-ലും 50-ലും നിൽക്കുന്ന ഒരു ജനറേഷൻ ലാസ്റ്റ് 15 to 20, 25 ഇയേഴ്സ് ആയിട്ട് ഓരോ ആക്ടിവിറ്റിയും ചെയ്യാതിരുന്നിട്ടാണ് പിന്നെ ജിമ്മിലോട്ട് രണ്ടാമത് പോണേ. യു ഹാവ് ടു ഡു യുവർ വർക്കൗട്ട്, യു ഹാവ് ടു ഹീറ്റ് പ്രോപ്പർ, യു ഹാവ് ടു സ്ലീപ്പ്. ഇതെല്ലാം റുട്ടീനായിട്ട് ചെയ്യണം. ഇതൊരിക്കലും ഇമോഷൻ ഡ്രിവൺ ആവരുത്. വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇമോഷൻ ഡ്രിവൺ, രാവിലെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു, വൈകുന്നേരം ചെന്ന് സ്വിം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ബട്ട് ലൈഫ് ഇസ് ഓൾസോ എ സ്ട്രെസ്സർ. നമുക്ക് വി ഹാവ് സോ മെനി തിങ്സ് ടു ഡു. സോ എക്സസൈസ് ഇസ് ഓൾസോ എ സ്ട്രെസ്സർ. നമ്മൾ പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞു, സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇതല്ലാതെ ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു നീഡ് ടു ആക്ച്വലി റിക്കവർ അവർ മസിൽസ്? ഐ തിങ്ക് സ്ലീപ്പ് ഇസ് വെരി അണ്ടർറേറ്റഡ്. ഇന്നത്തെ കാലത്ത് ഒട്ടും കിട്ടാത്തൊരു സാധനമാണ് സ്ലീപ്പ്. ഐ തിങ്ക് ദാറ്റ് ഈസ് യുവർ വൺ കീ ടൂൾ ആദ്യം റിക്കവറിക്ക് വേണ്ടിയിട്ട്. സോ ആ സ്ലീപ്പിൻ്റെ സമയത്താണ് നമ്മുടെ മസിൽസ് റിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ റിപ്പയർ ചെയ്യുന്നത്, ലേണിംഗ് നടക്കുന്നത്. ദിവസം മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അത് ബ്രെയിനിൽ അസിമുലേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സ്ലീപ്പ് ടൈമിലാണ്. സോ സ്ലീപ്പ് ഇസ് ദി വൺ single most important tool and inexpensive tool of recovery. That brings me to the question, because you work with the routines of people. Sleep, nammal break the sleep yedal, is that counted? Say for instance, you have instead of sleeping for 8 hours at a stretch, you sleep for 7 hours and then take a break, and then you come back and sleep for another 2 hours, which a lot of women do. ഈ ഫിറ്റ്നസ് പ്രോസസ്സിലെ റീസെൻ്റ്ലി ഞാൻ കണ്ടുവരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മളതിനെ ഒരു ക്രിയേറ്റീവ് ആകുകയോ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുകയോ ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ റീസെൻ്റ് ഇൻ്റർവ്യൂ വന്നപ്പോൾ പീപ്പിൾ വേർ പ്രിറ്റി ഷോക്ക്ഡ്. കാരണം അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള, എല്ലാത്തിനും ഈസിലി ആക്സസിബിലിറ്റി ഉള്ള ഒരാൾ എവറി ഡേ കഴിക്കുന്നത് സെയിം മീലാണ്. രാവിലെ എ ആണെങ്കിൽ ഉച്ചക്ക് ബി, സി, ഇങ്ങനെ ഒരു 365 ഡേയ്സും ഇയാൾ എ ബി സി വളരെ ലിമിറ്റഡ് ഫുഡ്, കൃത്യം പ്രോട്ടീൻ, കൃത്യം ഫൈബർ. ഈ കൺസിസ്റ്റൻസി ഇതൊരു എക്സാമ്പിൾ ഓഫ് കൺസിസ്റ്റൻസി വിച്ച് മെയ്ഡ് ഹിം, എന്താ പറയുക, വെരി പ്രൊഡക്റ്റീവ് ഓർ സക്സസ്ഫുൾ ഇൻ വാട്ട് എവർ ഹി ഡസ്. ഇത് വെൻ പീപ്പിൾ സീ ദിസ് ദേ ഫൈൻഡ് ഇറ്റ് പ്രിറ്റി സർപ്രൈസിങ്. കാരണം ഇത് സാധാരണ ഒരാൾക്ക് അയാൾ കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് എന്ത് കഴിച്ചു എന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ല. അത്രയും ഇറാറ്റിക് ആണ് ഒരാളുടെ ഈറ്റിംഗ് ഹാബിറ്റ്. അപ്പോൾ നമ്മൾ ഒരു വളരെ ട്രൂത്ത്ഫുൾ അപ്രോച്ച് എന്ന് പറയുന്നതാണ് ഈ വിരാട് കോഹ്ലിയുടെ എക്സാമ്പിൾ. ഒരു ഹെൽത്തി ബോഡി, ഇപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഇവർക്ക് ഇതുപോലെ ഇന്നത്തെ പോലെ സ്വിഗ്ഗി, സൊമാറ്റോ പോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒന്നും ദിവസം ഉണ്ടായിട്ടില്ല. വളരെ ലിമിറ്റഡ് ഫുഡും റിസോഴ്സസും ഉള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള ABC തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ABC കൊടുത്ത് നാളെ XYZ കൊടുത്ത് അങ്ങനെ ഭയങ്കര ഷഫിൾ ചെയ്താണ്. ഇപ്പോൾ ഒരു ആവറേജ് മലയാളി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഫാൻസി കോഫി ഷോപ്പിൽ പോയിട്ട് ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ആ കോഫി ഷോപ്പിനെ കഴിക്കുന്നതാണ് ബ്ലെയിം ചെയ്തല്ല. ലഞ്ചിന് മന്തി, അറബിക്ക് കഴിക്കുന്നത്. ഈവനിങ് പോയിട്ട് ചിലപ്പോൾ അമേരിക്കൻ ബർഗർ കഴിക്കും. രാത്രി ഈ പറഞ്ഞ പോലെ മന്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൈനീസ് ഓപ്ഷൻസ് ആണ്. പൊറോട്ട. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ഓണസ്റ്റായിട്ട് പറയുവാണെങ്കിൽ ഒരു സിംഗിൾ മെത്തേഡേ ഉള്ളൂ ടു ബിക്കം കംപ്ലീറ്റ് ഹെൽത്തി ആൻഡ് ഫിറ്റ്. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് ഫിറ്റ്നസ് ഉള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ വിരാട് കോഹ്ലിയോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ഒക്കെ. അവർക്ക് നമ്മളെക്കാളും കൂടുതൽ വെറൈറ്റി ഓഫ് ഫുഡിനും അങ്ങനെയുള്ള ഓപ്ഷൻ ആക്സസ് ഉണ്ട്. എങ്കിൽ പോലും സ്റ്റിൽ ദേ ആർ ചൂസ് സിമ്പിൾ ബേസിക്. അതാണ് that shows something. അപ്പോൾ ഇത് ഈ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ ഒരു കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു റിക്കവറി. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ആ റിക്കവറി എന്ന് പറഞ്ഞത് കാജൽ മുമ്പ് പറഞ്ഞതുപോലെ സ്ലീപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അണ്ടർറേറ്റഡും ആണ് ഇത് സ്ലീപ്പ്. പക്ഷേ നമ്മുടെ സർക്കേഡിയൻ റിതം നടക്കുന്നത് തന്നെ കൺസിസ്റ്റൻസി, ഈ പറഞ്ഞ പോലെ ഇൻ യുവർ ടൈം വെൻ യു ഗോ ടു ബെഡ്, കൺസിസ്റ്റൻസി ഇൻ ദ ടൈം വെൻ യു ഗെറ്റ് അപ്പ് ഫ്രം ദ ബെഡ്. ഈ ഒരു 6 to 8 hours ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് യു എക്സസൈസ്
നമ്മുടെ ഏജ്, നമുക്കിപ്പോൾ പ്രഗ്നൻറ്റ് വുമൻ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എത്ര ഒരു അത്ലീറ്റ് ആണെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു സ്ലീപ്പിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വോളിയം, അതിൻ്റെ consistency more than even volume. എക്സാക്ട്ലി ഇത് Consistency is Sleeping supposed at a certain time, getting up at a certain time. ഇതിലാണ് കൃത്യമായിട്ടുള്ള ഒരു ഹോർമോണൽ ക്വാളിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഈ പറഞ്ഞ പോലെ ബ്രെയിൻ റിക്കവറി ആണെങ്കിലും സെൽ റിക്കവറി ആണെങ്കിലും അതിനകത്ത് ഒരു 1 hour എങ്കിലും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായിരിക്കണം. അതെ. ആ ഡീപ്പ് സ്ലീപ്പിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ടോട്ടൽ ഡാർക്ക്നെസ്, നമ്മൾ ആ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും എല്ലാ ഗ്രോത്തും, അതായത് നമ്മുടെ മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായിരിക്കുന്നത്, ഹെയറിൻ്റെ ഗ്രോത്ത്, നെയിൽ, സ്കിന്ന്, എല്ലാത്തിനും വേണ്ടിയിട്ട് ആ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഉറങ്ങാത്തവർ കുറച്ച് ഫ്രജൈലായിട്ടും അവർ ദേ വിൽ ലുക്ക് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ യു വിൽ ലുക്ക് ആ ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 2025-26 എൻ്റെ പേഴ്സണൽ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലീപ്പ് കിട്ടുക എന്നുള്ളതാണ് മെയിൻ. ആൻഡ് ആഡിങ് ഫ്യൂ മോർ പോയിന്റ്സ് റിഗാർഡിങ് ദിസ്. ഫാൻസി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും അല്ലെങ്കിൽ ഒരു നല്ല കോച്ച് അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സെൻറ്ററിൽ പോകുന്നതിന് മുന്നേ ഡു ഫ്യൂ തിങ്സ് വിച്ച് ഈസ് വെരി ഈസി ടു ഡു. തിങ്സ് ആർ ഈസി ടു ഡു ആർ ഓൾസോ ഈസി നോട്ട് ടു ഡു. 2-3 ലിറ്റർ വെള്ളം കുടിക്കുക, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ 30 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പാടാണ്. നിങ്ങൾ കഴിക്കുന്ന ഒരു 3 or 4 മീൽ കറക്റ്റായിട്ട് അതേ സമയത്ത്, ഏകദേശം അതേ സമയത്ത് ആ ഒരു റിതം ഉണ്ടാക്കി കറക്റ്റ് കഴിക്കാൻ നോക്കുക. ആ സമയത്ത് വിശപ്പെന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ നോക്കുക. ദാറ്റ് ഈസ് അതർ തിങ്. ഒരു 2 to 3 kilometers ഡെയിലി വോക്ക് ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കുക നിങ്ങളൊരു ഫിറ്റ്നസ്സിലേക്ക് വരുന്നതിന് മുന്നേ. നന്നായിട്ട് ഉറങ്ങുക. ഇതെല്ലാം നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബ്രിങ് വലിയൊരു ഡിഫറൻസ്. ഒരു 30 to 40% നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഇതൊരു കീ സൊല്യൂഷൻ അല്ല കേട്ടോ. ഡോക്ടറെ കാണണം, തെറാപ്പിസ്റ്റിനെ കാണണം. ആൻഡ് ഇറ്റ് ഈസ് ബട്ട് ബൈ ഡൂയിങ് മിനിമൽ തിങ്സ് വിച്ച് ഈസ് റെഡിലി അവൈലബിൾ, ഈസി ടു ഡു, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ. വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും, നിങ്ങൾ മെൻ്റലി യു വിൽ ഫീൽ ഗുഡ്, ബെറ്റർ. സ്മോൾ തിങ്സ് വിച്ച് ഈസ് ഈസി ടു ഡു നോട്ട് അണ്ടർ റേറ്റ് ഇറ്റ്. അതിൻ്റെ ടോപ്പിൽ ഇതേപോലെയുള്ള ട്രെയിനിങ് പ്ലാനും വർക്കൗട്ട് പ്ലാനും ദിസ് മീൽസ് വാട്ട് എവർ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിൽഡ് ദ ഫൗണ്ടേഷൻ ഫസ്റ്റ്, ദെൻ മേക്ക് ദ പില്ലേഴ്സ് ഓൺ ടോപ്പ് ഓഫ് ദ ഫൗണ്ടേഷൻ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ജിം എക്സ്പീരിയൻസ് പറയട്ടെ. അപ്പം ഞാൻ അവിടെ നിൽക്കുകയാണ്, ഞാൻ ഭയങ്കര വർക്കൗട്ടാണെന്നൊക്കെയാണ് വിചാരം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ വന്നു. ഷീ ഈസ് പ്രോബബ്ലി അബൌട്ട് 5.5, നോട്ട് ഈവൻ 5.5, 5-ish, ആൻഡ് റൗണ്ട് ചബ്ബി. ഓക്കെ. ആൻഡ് ഞാനിങ്ങനെ അവരെ കാണുകയാണ്. അപ്പോൾ അവർ ഭയങ്കര കൂളായിട്ട്, എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി കുറേ വർഷങ്ങളായിട്ട് വരുന്ന സ്ത്രീയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്താ ഇങ്ങനെ. അപ്പോൾ ഇവർ വന്നു, നോക്കി, എൻ്റെ ട്രെയിനറോട് സംസാരിച്ചു, എഡിസനോട് സംസാരിച്ചു, എന്നിട്ട് ആ സൈഡിലേക്ക് പോയി. അവരൊരു ഡമ്പൽ 2 വശത്ത് ഇങ്ങനെ ഒരു വലിയ ബാറിൽ 2 വലിയ വെയിറ്റ് എടുത്തിട്ട് കൂളായിട്ട് അതും പിടിച്ചോണ്ട് ഒറ്റ നടപ്പ് ജിം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനില്ലേ ശരിക്കും അതിശയിച്ചു പോയില്ല. ഷീ വാസ് സോ സ്ട്രോങ് ആൻഡ് ഹർ സ്ട്രെങ്ത് വാസ്, നമ്മളുടെ ഒരു ഐഡിയ ഓഫ് സ്ട്രെങ്ത് ഇസ് മസ്കുലർ ബോഡി, ഓൾ ഓഫ് ദാറ്റ്. But the way she looked and the weight that she was carrying and the confidence with which she was carrying, I was amazed. And suddenly, and the whole idea of strength just flipped. Strong woman is the healthy woman. That strength was nothing to do with muscles. I Since don't you know. talked about that lady, I know the lady. I think we don't have the freedom to talk about the name, but maybe there is something very interesting behind her story. She's been doing exercise almost for 10 years with Bounce. 10 years. Consistency, that's the biggest, 10 years of consistent workout. And another thing, I think most people live in a way where, body is supposed to be the tool, but body is a master. Body is sick and I am down. Mentally I am down. But maybe body should be the tool and I'm the master, which means I decide what should happen with the body, not the body decide what will happen to me in the old age. But in her case, she decides. In 12 months of or yearly, she goes for trekking every year to Himalaya. Adine 6 months she prepares. That time she loses weight. When she comes back for the next 6 months, she eats and enjoys food, but still she continues exercise to maintain her strength. അപ്പോൾ ഇതൊരു പ്ലാനാണ്. ഈ പ്ലാനിങ് ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം. എൻഡ് ഗോൾ ഇല്ലാത്തതാണ് ഭയങ്കര പ്രശ്നം. കാരണം ഞാനും കുറച്ച് വാട്ട്സ് ദ ഡിഫറൻസ്, എന്നോട് വേറെയും കുറച്ച് ആളുകൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ആക്ടർ ആൻഡ് ദ പീപ്പിൾ ഹു കംസ് ടു യുവർ ജിം, ദാറ്റ്സ് വാട്ട്സ് ദ ഡിഫറൻസ്. You played a lot of actors. Yes. അല്ല അതല്ല ആക്ച്വലി ദ തിങ് ഈസ്
അവർക്കൊരു എൻ ഗോൾ ഉണ്ട്. എൻ ഗോൾ അത് ഭയങ്കര പ്രയോറിറ്റി ഉള്ളത്. അതായത് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവർ ഒരു റോള് കമ്മിറ്റ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഒരു റെമ്യൂണറേഷൻ വാങ്ങിക്കുകയും ഒരു സെർട്ടൻ ഡേയിൽ ഒരു നമ്പർ ഓഫ് ഒരു 60 member ക്രൂവും lot of effort is put that person should be in that weight category, or like that person has to show justice to the character. That made that person to commit and follow the journey. ഒരാൾ വന്ന് എന്നോട് പറയുന്നത് ഇതൊരിക്കലും ഒരു പ്രശ്നമല്ല, ഞാനിത് കാണുന്നൊരു ട്രെൻഡിൻ്റെ കാര്യം. They will say, I want to lose my weight and I want to be strong and whatever it is, but there is no end, like when അങ്ങനെ ഒരു സാധനമില്ല, ടൈം ബൗണ്ടഡ് അല്ല. എനിക്ക് ആവണം, പക്ഷേ ഐ എം ലിറ്റിൽ റിലാക്സ്ഡ്. ദേ ആർ ഷോയിങ് ദാറ്റ് സൈൻ. സോ ലൈക്ക് ഹി സെയ്ഡ്, ഇഫ് ഇത് ഞാനും വിചാരിച്ചൊരു കാര്യം തന്നെ കേട്ടോ, ഇഫ് ഐ സൈൻ അപ്പ് ഫോർ എ മാരത്തോൺ ഓർ ലൈക്ക് ഐ സൈൻ അപ്പ് ഫോർ സം ട്രെക്ക് ഓർ സം കൈൻഡ് ഓഫ് ഇവൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടും. അത് കിട്ടും, അത് ഭയങ്കര നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതല്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ലെറ്റ് ഇറ്റ് ഫ്രീ, ദർ ഇസ് നോ ടൈം ബൗണ്ടഡ്. എയ്സിൽ പഠിക്കാനുണ്ട്. ദ ഗോൾ ഷുഡ് ബി സ്മാർട്ട് എന്ന് പറയും, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിലയബിൾ, ടൈം ബൗണ്ടഡ്. ടൈം ബൗണ്ടഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ച് കാര്യങ്ങൾ ത്രോ ചെയ്യുമ്പോൾ ദർ ഇസ് എ വേ ദാറ്റ് വി ക്യാൻ ഡൈവേർട്ട് എ ലിറ്റിൽ, വി ഫ്ലെക്സ് ഇറ്റ്. ഇവിടെ പോയി എന്തെങ്കിലും നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കറക്റ്റാണോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ട് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. ടു മോട്ടിവേറ്റ് എ ക്ലയൻറ്റ് വി ഹാവ് ടു സെറ്റ് എ ഗോൾ. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും ട്രെക്കിങ്ങിന് പോകണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഹാവ് എ ഹുക്ക് ആൻഡ് നൗ ദേ ഡു ഇറ്റ് ആൻഡ് അച്ചീവ് ഇറ്റ്. ആൻഡ് ബേസിക്കലി ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ഗോളല്ല, ഒരു ലൈഫ് സ്റ്റൈലായി വരുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റായി സംഭവിക്കേണ്ട കാര്യമാണ്. ഐ തിങ്ക് ഈ നമ്മൾ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈല്. My goal is not to any particular target that ഈ മാരത്തോൺ ഓടണോ അതൊന്നും ചെയ്യണം എന്നുള്ളതല്ല. For me it is just this is my life, this is my discipline, this is my routine. I eat like this, I work out like this, I sleep like this, I drink like this. It's just the way I have. That becomes your responsibility. Because actually, at the age of 23, I have seen my body collapse. Like I felt like a 63-year-old at the age of 23. Like I had some issue with my brain, and then there was where I felt like my kai full ഇങ്ങനെ സ്റ്റിഫായി നടക്കാൻ പറ്റുന്നില്ല. I felt like a 63-year-old woman. And this was purely from stress related stuff, okay? വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. And there was a tapeworm, okay, I'll tell you, it was a tapeworm in my brain. And then it caused a lot of stress in my body, but there were also emotional stressors. And ആ ഒരു സമയത്ത് is when I actually started off into my wellness and fitness journey എന്ന് വേണമെങ്കിൽ you can tell. I started with yoga and I realized the importance of what it is to be feeling miserable in your own body. I think I also started taking care of my body after my physical breakdown, so to say. Don't wait for that. I was lucky. I was lucky I got my lesson at 23. Yeah, 23. And women push themselves to the hilt and finally they collapse and they wake up. And I've most seen it people in do so that. many Most people do cases. that. ഫിറ്റ്നസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മെൻ ഓർ വുമൺ ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങോ എനി കൈൻഡ് ഓഫ് ട്രെയിനിങ്ങിൽ അവരാരും ഇതുകൊണ്ടൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല. ദേ സ്റ്റാർട്ടഡ് ഒരു 98% ദേ സ്റ്റാർട്ടഡ് ലവിങ് ഇറ്റ്. ദേ സ്റ്റാർട്ടഡ് അക്നോളജിങ് ദാറ്റ് ഓക്കെ ഇത്രയും നല്ലൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അത് അൺടിൽ ദേ സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസിങ് ദ benefits. അതുവരെ they will keep on, they will do random things. And we are the nation of walkers. I'm not against people who walk. I love walking. People എല്ലാവർക്കും പക്ഷേ ഇതൊരു തോട്ട് ഉണ്ട്, ഞാൻ നടക്കുന്നുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ആൽക്കഹോൾ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇത്ര നേരം നടക്കുന്നുണ്ട്. പക്ഷേ നടത്തം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ മൈൻഡിനും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. ബട്ട് അതൊരിക്കലും സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിന് ഈക്വൽ അല്ല, അതിനെ റീപ്ലേസ് ചെയ്യല്ല. That brings me to the question, കാരണം പലപ്പോഴും ആൾക്കാർ ജിമ്മിലേക്ക് പോവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോവാൻ മടിക്കുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പലവരും വാക്കേഴ്സിനെ ഞാൻ രാവിലെ കാണാറുണ്ട്. അവരോട് ഞാൻ വൈ ഡോണ്ട് യു ജോയിൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അയ്യോ ഈ പ്രായത്തില് ഫ്രണ്ട്ലി അല്ലാത്ത പോലത്തെ ഒരു കോൺഷ്യസ് ആണ്. certain age group അല്ലേ ഇത്? ഒരു certain age group which is from 50, 55 to 60, 65 maybe. സോറി, ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന്റെ ഇത് ആദ്യം ലിഫ്റ്റ് എന്തുകൊണ്ട് എങ്ങനെയാണ് വ്യത്യാസം വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ലിഫ്റ്റ് ബിൽഡ് ചെയ്തപ്പോൾ ഞാൻ കജലിനോട് ഞാൻ ലാസ്റ്റ് വർക്ക്ഷോപ്പിന് കണ്ടപ്പോൾ ഐ മെയ്ഡ് എ പ്ലേസ് വെർ പീപ്പിൾ
ഫീൽസ് ലൈക്ക് കമ്മിങ് ബാക്ക്. ഈവൻ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ ഒരു എനർജി സെറ്റ് ചെയ്യണം, വെൽക്കമിങ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം, ജഡ്ജ്മെന്റൽ ആവരുത്, ആൻഡ് യു ഹാവ് ടു ഫീൽ സേഫ് ദർ, യു ഹാവ് ടു ഫീൽ യു ബിലോങ്സ് ഹിയർ. അവിടേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ എനിക്കറിയാവുന്ന സ്കിൽ സെറ്റുകൾ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അവർ ഇപ്പോൾ ആദിക്കും ദിയക്കും ആര്യക്കൊക്കെ വരണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായി. അല്ലാതെ ഞാൻ ഭയങ്കര ടെക്നിക്കലായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ 1 2 3 ഡു ദിസ് ജംപ്, it won't work. So make them feel that this is a space where you can be yourself, and on the process you can build yourself and you can get healthier in physically, emotionally, spiritually, അങ്ങനെ എല്ലാ വേയിലും അതിനുള്ള സ്പേസ്. ആൻഡ് ആക്ച്വലി ആ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇൻ എ സെൻസ്, ഈ മ്യൂച്വൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന പോലെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവിടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുകയും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ഒക്കെ സംഭവിക്കാറുണ്ട്. എനിക്ക് ചോദിക്കാൻ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്, പക്ഷേ ഇതിനകത്ത് ഈ ഇൻഡസ്ട്രിക്കകത്ത് പലതും ഉണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് റെഫറിങ് ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ, യോഗ ഉണ്ട്, സുംബ ഉണ്ട്, ദെൻ ഡാൻസ് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ട്, ആനിമൽ ഫ്ലോ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്, ദെൻ ഓഫ് കോഴ്സ് വാക്ക്, റൺ, ജോഗിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യേണ്ടത്? ആൻഡ് അതിന് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടോ ഫോർ ഏജ്, ജെൻഡർ? പണ്ട് മുതലേ നമ്മൾ ഒളിമ്പിക്സ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഫിറ്റ്നസ് സെന്ററിൽ പോയി ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിലോട്ട് വന്നിട്ട് ഒരു 10-15 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കൂടുതൽ അഗ്രസീവായിട്ട് വന്നു ആഫ്റ്റർ കോവിഡ്. അപ്പോൾ പക്ഷേ വെൻ യു ലുക്ക് ബാക്ക്വേർഡ്, നമ്മൾ ഒളിമ്പിക്സും അല്ലെങ്കിൽ ഏതൊരു ഇന്റർനാഷണൽ അത്ലീറ്റിനെ എടുത്ത് നോക്കിയാലും ദേ മേ ബി ഒരു മാരത്തൺ റണ്ണർ ഉണ്ടാവാം, അല്ലെ 100 മീറ്റർ ചാമ്പ്യൻ ആയിരിക്കാം ഉസൈൻ ബോൾട്ട്, അല്ലെങ്കിൽ ടോക്ക് അബൌട്ട് വിരാട് കോഹ്ലി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഫെഡറർ, അങ്ങനെ ഏത് സ്പോർട്ട് എടുത്താലും, ബോക്സിങ്ങിലും മൈക്ക് ടൈസണോ, ഏത് സ്പോർട്ട് എടുത്താലും എല്ലാവരും ഫൗണ്ടേഷനിലായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫിറ്റ്നസ് പ്രോസസ്സ്. ഈ പറഞ്ഞ പോലെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ട്രെയിനിങ്ങും ഇപ്പോൾ യോഗയും പിലാറ്റസും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ടു കണ്ടീഷൻ ദ പേഴ്സൺ ഇൻ ഓർഡർ ടു ഡു ദ സ്പോർട്ട് വിത്തൗട്ട് ഗെറ്റിംഗ് ഇഞ്ചുറി ടു പെർഫോം ടു ദ മാക്സിമം. അപ്പോൾ ഏതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഡാൻസ് ചെയ്യാനാണെങ്കിലും, ഒരു ജാവലിൻ എറിയണമെങ്കിലും, ഒരു സ്വിമ്മർ ആകണമെന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും ബോഡീനെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ ഫിറ്റ്നസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ്ങും അതുപോലെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങും ഫങ്ഷണലും പിലാറ്റീസും യോഗയും. എയറോബിക്കും ഉണ്ട്, അനറോബിക് ട്രെയിനിങ് ഉണ്ട്. എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഡാൻസ് വരും, ജോഗിങ് വരും, മാരത്തൺ വരും. ദെൻ ഇഫ് യു സേ അനറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ചെയ്യുന്നത്, അതാണ് നമ്മുടെ വെയിറ്റ് ട്രെയിനിങ്. അതായത് ചെസ്റ്റ് പ്രസ് നമുക്കൊരു 15-20 റെപ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ഉള്ള ആൾ 25 ചെയ്യായിരിക്കും. സ്പ്രിൻറ്റിങ് 100 മീറ്ററിൽ കൂടുതൽ സ്പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ രണ്ടിൻ്റെ ബാലൻസ് ആയിരിക്കണം നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ I can start 3 days ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു. I can choose yoga or I can choose dance, അല്ലെങ്കിൽ എനിക്ക് ജോഗിങ്ങിന് പോവാം. There should be a perfect mix of both. Combination is always recommended. And it comes from the same umbrella of fitness, strength training. ഈ എയറോബിക്കും അനറോബിക്കും മിക്സ് ചെയ്യണം. അതിനകത്ത് വരുന്നതാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്താണ് നിങ്ങളുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യു ആർ കുറച്ച് റിജിഡ് ആണ്, നിങ്ങളുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ ട്രൈ ഔട്ട് പിലാറ്റിസ്, ഇറ്റ്സ് വെരി ഗുഡ്. അല്ലെങ്കിൽ യോഗ ചെയ്യാം, അല്ലെങ്കിൽ ഈ ആനിമൽ ഫ്ലോ ചെയ്യാം. ബട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് കീപ്പ് ചെയ്യണം. സ്ട്രെങ്ത് ട്രെയിനിങ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. I think we are all on the consensus that everybody needs to definitely strength train. കാരണം we want to keep our muscles as we grow older. നമ്മൾ ഒരു 50-60s വിഷനിൽ 70s 80s കൂടെ കണ്ടാണ് നമ്മളെല്ലാം അത് പറയുന്നത്. എംഫസൈസിങ് ഓൺ സ്ട്രെങ്ത് ട്രെയിനിങ് ഷുഡ് എന്തായാലും നമ്മുടെ ഒരു റുട്ടീന്റെ ഭാഗമായിരിക്കും. മേ ബി മിനിമം ഒരു twice a week, I would say. Twice a week maximum. 3 hours in 160 hours. Minimum 2 to 3 days. കാരണം actually this year I've had to cut down my strength training from 3 times to twice a week because I was not recovering fast enough, because I'm changes are happening in my body because of perimenopause. Appo I have actually had to reduce that strength training, but I'm keeping all the other things also. I'm doing my Pilates. Pilates is ഈ പറഞ്ഞതുപോലെ എയറോബിക് ഇതിലും വരും. പ്ലസ് യു ആർ ഓൾസോ ഹാഡിങ് ടെൻഷൻസും ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. You can load and progressively load those muscles also. രണ്ട് രീതിയിലും ചെയ്യാം. And I try and swim. I do a little bit of sprint interval training. എന്ന് വെച്ചാൽ ഞാൻ ഒരു quick 100-meter dash and then slow down. Explosive muscles in a work. Explosive. I was playing this game called Ultimate Frisbee.
എൻ്റെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് സ്റ്റെഡിലി ഇൻക്രീസിങ് ഫോർ ദ പാസ്റ്റ് 6-7 ഇയേഴ്സ്. ആ ഒരു പെരിമെനപ്പോസിൻ്റെ ഒരു വൺ ഓഫ് ദ സിംറ്റംസ് ഇസ് യുവർ കൊളസ്ട്രോൾ ലെവൽസ് വിൽ കീപ് ഇൻക്രീസിങ്. ഞാൻ കളിച്ച ആ ഒരു ഗെയിം വിച്ച് വാസ് ഫോർ മേ ബി ഒരു 1 year, ദാറ്റ് ഈസ് ദ 1 year മൈ കൊളസ്ട്രോൾ ഡ്രോപ്ഡ് ബൈ 25%. ഇതിൽ ആ ഒരു ക്വിക്ക് എക്സ്പ്ലോസീവ് റണ്ണിങ് ഉണ്ട്, പിന്നെ കുറച്ച് റെസ്റ്റ് ഉണ്ട്. ക്വിക്ക് എക്സ്പ്ലോസീവ് റണ്ണിങ്, പിന്നെ I remember that face of yours. You remember one mad face. ഇതിനകത്ത് വളരെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ് പലപ്പോഴും എയറോബിക് ആക്ടിവിറ്റികളാണ്. എന്ന് വെച്ചാൽ കയാക്കിംഗ്, പാഡ്ലിംഗ്, സൈക്ലിംഗ്, ഈ പറഞ്ഞ പോലെ സുംബ, ഓർ ഈ പറഞ്ഞ പോലെ റണ്ണിങ്, മാരത്തൺ, ട്രെക്കിംഗ്, ഇതെല്ലാം എയറോബിക് ആക്ടിവിറ്റികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു വാസ്റ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള എയറോബിക് ആക്ടിവിറ്റികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സേഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും, അതിൻ്റെ ഒരു മാക്സിമം ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും യു ഹാവ് ടു ഹാവ് ദ ഫൗണ്ടേഷൻ വിച്ച് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് അനറോബിക് സ്ട്രെങ്ത് ട്രെയിനിങ്. അത് വെരി വാലിഡ് പോയിന്റ് ആണ്. It has to go and balance. അതാണ് ഒരിക്കലും മറക്കരുത്. രണ്ടാണ്. എയറോബിക്കിൽ നമുക്കൊരു ഫ്ലോ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ എളുപ്പം. ഓടുമ്പോൾ നമ്മൾ റണ്ണേഴ്സ് ആണ്, ലൈക്ക് യു അറ്റൈൻ എ ഫ്ലോ സ്റ്റേറ്റ്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഹൈ ആണ്. ഡാൻസിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുപാട് പേരുണ്ട് അങ്ങനെ ഹൈ കിട്ടുന്നത്. In Pilates it is amazing കാരണം at least 2-3 of my clients they say this is so meditative. അത് പറഞ്ഞല്ലോ, I already told you Joseph Pilates is the person who introduced or he developed this form of exercise called Pilates. പുള്ളിക്കാരൻ അതിനെ പറയുന്നത് ഒരു മൈൻഡ് ബോഡി സ്പിരിറ്റ് കണക്ഷൻ ഉള്ള ഒരു എക്സസൈസ് ആണ്. സോ യു ക്യാൻ വെരി ഈസിലി സ്ലിപ്പ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ഇഡോ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് അതൊരു മൂവ്മെൻറ്റ് ബേസ്ഡ് ആണ്. അതിനകത്ത് ഫസ്റ്റ് അത് ഇഡോൻ്റെ ഒരു കോട്ട് ഉണ്ട്, അത് കണ്ടായിരുന്നു. ഫസ്റ്റ് ഇത് കാണിച്ചത്, ഇഫ് യു ഡോണ്ട് ദെൻ ദർ വിൽ ബി എ പോയിന്റ് യു വോണ്ട് ബി ഏബിൾ ടു. ഇഫ് യു ഡോണ്ട് മൂവ് ദർ വിൽ ബി എ പോയിന്റ് യു വോണ്ട് ബി ഏബിൾ ടു യൂസ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഈ ഫിറ്റ്നസ് ഇസ് വെരി വെരി ക്ലോസ്ലി ലിങ്ക് ടു മെൻ്റൽ ഹെൽത്ത്. എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫോർമേറ്റീവ് എഫക്ട്സ് ആണ് നിങ്ങളുടെ ക്ലയൻസിൽ നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസസിൽ ഉണ്ടായത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ്? മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസ്സും എപ്പോഴും ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനകത്ത് ഏതാണ് ഫസ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് തോന്നിയത്, ഞാനപ്പോൾ കമ്മിങ് ബാക്ക് ടു ദാറ്റ്, ഐ വാണ്ടഡ് ടു അപ്രീഷിയേറ്റ് ഫോർ ആസ് എ പാരൻറ്റ് യു ആൻഡ് യുവർ ഹസ്ബൻഡ് ഹാസ് സെൻഡ് യുവർ ചിൽഡ്രൻ ടു അജിത്ത്. അപ്പോൾ അതിനകത്ത് മോസ്റ്റ് പാരൻസ് ആർ ഹെസിറ്റേറ്റിംഗ് ടു സെൻഡ് ദ ചിൽഡ്രൻ ടു ഫിറ്റ്നസ് സെൻറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കെയർഫുള്ളായിട്ട് നിന്ന് ചെയ്യുന്ന ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ള പാരൻസ് അറിയണം. സോ ദാറ്റ്സ് റീസൺ ഐ എം ഇറ്റ് ഈസ് സംതിങ് പ്രഷ്യസ് വാട്ട് യു ആർ ഡൂയിങ്. ഇപ്പോൾ ഈ ഒരു 30-ലും 40-ലും 50-ലും നിൽക്കുന്ന ഒരു ജനറേഷൻ ലാസ്റ്റ് 15 to 20, 25 years ആയിട്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരുന്നിട്ടാണ് പിന്നെ ജിമ്മിലോട്ട് രണ്ടാമത് പോണേ. അപ്പോൾ ദിസ് ഈസ് സംതിങ് വിച്ച് വി ആർ നോട്ട് സപ്പോസ് ടു ഡു അറ്റ് ദ ആഫ്റ്റർ 50. വി ക്യാൻ സ്റ്റിൽ ഡു, ദർ ഇസ് എ പോസിബിലിറ്റി ടു കം ബാക്ക്. പക്ഷേ ഐ ഹൈലി റെക്കമെൻഡ് ടു സ്റ്റാർട്ട് ഫിറ്റ്നസ് ജേർണി അറ്റ് ദ ഏജ് ഓഫ് 10 or 12 or 15 തുടങ്ങിയിട്ട് എല്ലാ പാരൻസും കുട്ടികൾക്ക് ഒരു മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ എന്താ പറയുക, ഈ ഏജിങ്ങിൽ നമ്മളിപ്പോൾ ആഫ്റ്റർ 20 years ഓഫ് ഇൻആക്റ്റീവ് ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മൾ മുൻപേ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റിലാണ് ഇതിന് പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ചില കുട്ടികൾ എക്സാമിന് തലേ ദിവസം മാത്രം പോയിരുന്ന് പഠിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചൈൽഡ്ഹുഡിൽ തുടങ്ങിയിട്ട് ഒരു ഫിറ്റ്നസ്സിന് ഒരു 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് ഓഫ് ലൈഫ് എന്ന് റീസെൻ്റ്ലി ഞാൻ വായിച്ചൊരു ആർട്ടിക്കിൾ കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് തോന്നിയ കാര്യമാണ്. ഫാമിലി ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഹെൽത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി. ഈ 4 കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദെൻ ദർ ഇസ് മൈൻഡ്ഫുൾനെസ്. അല്ലാതെ ഒരു കുട്ടി ചെറുപ്പം മുതലേ ഭക്ഷണത്തിൽ എന്താണ് ഒരു അവയർനെസ് ഇല്ലാതെ, ആക്ടിവിറ്റിയിൽ യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ, വേറെ എന്തിനെയൊക്കെയോ ഒരു ട്രെയിൻഡ് ആയിട്ട് 30-40 വയസ്സ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഹെൽത്തും ഫിറ്റ്നസും സാക്രിഫൈസ് ചെയ്ത് പിന്നെ ഉണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പല ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കും. ആൽക്കഹോളോ അതിലും വലിയ പല ഡ്രഗ് ഉപയോഗിക്കും. അതിനേക്കാളും വലിയ ഡ്രഗാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ ഒരു ഡെലീഷ്യസ് ഇൻസ്റ്റൻറ്റേനിയസ്ലി നമുക്ക് പ്ലഷർ തരുന്ന ഡോപ്പമിൻ റിലീസ് തരുന്ന ഭക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു മെൻ്റൽ ഹെൽത്ത് പോയതിന് ശേഷമാണ് ഒരാളിങ്ങനെ ഷോർട്ട് കട്ട് ചെയ്ത് മൊത്തത്തിൽ കെയോട്ടിക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഫിറ്റ്നസിനെ കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷെ അതേസമയം ഒരു മെൻ്റലി ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരാൾ ഇത് തുടങ്ങുന്നതെങ്കിൽ ദ അപ്രോച്ച് ക്യാൻ ബി മോർ എഫക്റ്റീവ് ആൻഡ് ദർ വിൽ ബി മോർ ക്ലാരിറ്റി ആൻഡ് ദർ വിൽ ബി എ കാം അപ്രോച്ച്. ഇല്ല,
it will transform your life. എക്സാക്ട്ലി ഇങ്ങനെ ഒരു effect പോലെ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരാൾ ഫിറ്റ്നസ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ ട്രെയിനിങ്. കാരണം ഈ കെയോട്ടിക് ആയ ഒരു മൈൻഡ്, ദ കോർട്ടിസോൾ ഇസ് ദ ബിഗ്ഗസ്റ്റ് വില്ലൻ നൗ ഡേയ്സ്, റൈറ്റ്? മോസ്റ്റ് വിമൻ ആർ സഫറിങ്, അല്ലെങ്കിൽ മോസ്റ്റ് പീപ്പിൾ ആർ വർക്കിംഗ് ക്ലാസ്സോ ബിസിനസ് ചെയ്യുന്നവരോ സ്ട്രെസ്സിൽ വരുന്ന ഒരുപാട് ഹോർമോണൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്വിയസ്ലി ഫിസിക്കൽ ഫിറ്റ്നസ് കുറയുന്നു, കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്ത് ആണ്. അപ്പോൾ ഇതിന് മൈൻഡ്ഫുൾനെസ്സും കൂടി പ്രാക്ടീസ് ചെയ്താലേ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരു ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംപേഷ്യൻസ് ആയിട്ട് കുറേ വെറുതെ വർക്ക്ഔട്ട് വെറുതെ ഒരു ക്വാളിറ്റി അപ്രോച്ച് ഉണ്ടാകത്തില്ല. ഈ പറഞ്ഞ പോലെ ഉറക്കം ശരിയാകത്തില്ല, ന്യൂട്രീഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അയാൾക്ക് പറ്റാറില്ല. അയാൾ ഉറക്കവും ന്യൂട്രീഷനും വീണ്ടും ഡാമേജ് ചെയ്തുകൊണ്ട് വീണ്ടും പോയി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കും. അതും ബൈ എക്സ്പെക്ടിങ് ടു മച്ച് വെയിറ്റ് വിൽ ഹെൽപ്പ് മീ ടു ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്. ടു മെനി ഹവേഴ്സ് ഓഫ് സ്പെൻഡിങ് ഇൻ എക്സസൈസ് ജിമ്മിൽ ചെയ്യുന്നത് വിൽ ഹെൽപ്പ് മീ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. Yeah, I know of this one enquiry എനിക്ക് വന്നത്. She was in her mid-40s, okay, and എന്നെ വിളിച്ചിട്ട് she told me, കാജൽ, ഞാൻ കുറച്ച് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എല്ലാം തെറ്റിയാണ് ചെയ്തത്. അതായത് എൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് മാക്സ് അവിടെ ഔട്ട്പുട്ട് കൊടുക്കണം ആ ഒരു ദിവസം. അങ്ങനെ ഒരു കൊല്ലം ചെയ്ത് എൻ്റെ നടുവും കളഞ്ഞ് then she was like, I need to fix this. I said, yeah, you need to first address why you did it. Okay, ചെയ്തു, it's okay, ഞാനും ചെയ്തിട്ടുണ്ട്. I have also done and gone through that because it awareness ഇല്ലാത്തതും കൊണ്ട് maybe. രാവിലെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു, വൈകുന്നേരം ചെന്ന് സ്വിം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ബട്ട് ലൈഫ് ഇസ് ഓൾസോ എ സ്ട്രെസ്സർ. നമുക്ക് വി ഹാവ് സോ മെനി തിങ്സ് ടു ഡു. സോ എക്സസൈസ് ഇസ് ഓൾസോ എ സ്ട്രെസ്സർ. സ്ട്രെസ് ബേസ്റ്ററായിട്ട് ഉപയോഗിക്കുവാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ സ്ട്രെസ്സർ. പറഞ്ഞ പോലെ നമ്മൾ മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. അതായത് ഓക്കെ, ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ബോഡിയിൽ. സോ നമ്മളത് ബാലൻസിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൗണ്ടർ പ്രൊഡക്റ്റീവ് ടു യുവർ ബോഡി. And I'll talk about this other. So then she's on that journey of recovering from all that mindset of wanting to overtrain. You have to be aware. You need to speak to, I think, experts on that. Not take decisions on your own, but educate yourself before you go on this physical fitness journey or mental fitness wellness journey. You need to educate yourself. I'll go back to that same 60-year-old client. She UK ന്ന് വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ. She's a 60-year-old woman in ഒരു 6 acre ഭൂമിയിൽ ഷീസ് സിറ്റിംഗ് ദെയർ. ഷീസ് ഫൈറ്റിംഗ് ഓഫ് പീപ്പിൾ ആക്ച്വലി ഹു ആർ ട്രൈങ് ടു എൻക്രോച്ച് ഹർ ലാൻഡ്. ഈ സ്ഥലം ആക്ച്വലി പുള്ളിക്കാരത്തി വിൽക്കാൻ ഇട്ടിരിക്കുക ടു ദ ഗവൺമെന്റ്. ആൻഡ് അത് കയ്യേറാൻ വേണ്ടി കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ബദ്ലാപൂർ. ഷീ വുഡ് മേക്ക് ഇറ്റ് ലൈക്ക് ഐ സെഡ്. ഒരു ദിവസം പുള്ളിക്കാരത്തിയുടെ ഫാം ഹൗസിൽ നിന്നായിരിക്കും, another day from somewhere else, but somewhere else എവിടെന്നെങ്കിലൊക്കെ ഷീൽ ജോയിൻ ആൻഡ് ലോഗിൻ. She would say the only thing that keeps me focused and gives me clarity is this 1 hour of workout. And I'm not saying it's because of Pilates, but that 1 hour that she's spending, mindfully in that time for herself gave her strength, the mental will to fight so many stressors in her life. True. Through 3-4 years through COVID. Oh my God, that's amazing. Ajit, anything that you want? Yeah, എനിക്ക് പറയാനുള്ള ഒരു കുട്ടി സ്റ്റോറിയാണ്, പെട്ടെന്ന് പറയാം. എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബെറ്റർ ആക്കിയ ഒരു ക്ലയൻ്റ് ഉണ്ട്. അതായത് എനിക്കൊരു ക്ലയൻറ്റ് ഫസ്റ്റ് ഞാനൊരു 2017 ലിഫ്റ്റ് എന്നുള്ള പേരില്ല, പക്ഷേ ഞാൻ ഓൺലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അതെന്താ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നി. ഞാൻ ഒരാളെ മാത്രമേ ട്രെയിൻ ചെയ്യിക്കുന്നുള്ളൂ ത്രൂ ഔട്ട് ദി ഇയർ. അപ്പോൾ അത് ഞാൻ കുറച്ച് കംഫർട്ടബിളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് നമ്പർ ഓഫ് ആൾക്കാരെ ട്രെയിൻ ചെയ്താലേ എനിക്ക് എൻ്റെ കരിയറിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഐ എം ഗെറ്റിംഗ് ഔട്ട്ഡേറ്റഡ്. സോ ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഇതിട്ടു. ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, കോച്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മെഷർമെൻറ്റ്സ് വേണം, അവരുടെ പിക്ചേഴ്സ് വേണം. സോ ദാറ്റ് പേഴ്സൺ ടോൾ മീ ഐ കാൺ ഗീവ് ദാറ്റ്. ഇറ്റ്സ് എ വുമൺ ഫ്രം ഖത്തർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു റെഫറൻസിൻ്റെ ഭാഗമാണ്, എനിക്ക് തരണ്ട, നിങ്ങളുടെ കയ്യിൽ വെക്കുക. Then we have frequent conversation because I am training only 4-5 പേരെ ഓൺലൈൻ. ഞാൻ ഇവരാരെയും കാണുന്നില്ല. അപ്പോൾ ഈ ആൾ എനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വർക്കൗട്ട് പ്ലാൻ കൊടുക്കും, ഡയറ്റ് കൊടുക്കും. എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ നമുക്കത് ഇങ്ങനെ ചെയ്യാം. വി ഓൾട്ടർ ആൻഡ് ഓൾ. ഖത്തറിലാണ്. അപ്പോൾ ഷീസ് 3 കുട്ടികളുടെ അമ്മയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 വീക്ക് കഴിഞ്ഞപ്പോൾ ഷീ റൈറ്റ് മീ, കോച്ച് ക്യാൻ ഐ ഷോ യു സംതിങ്.
and she sent me the transformation picture. That's the first time I see her face. And കോച്ച് ഇത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിപ്പോൾ അവിടെ തണുപ്പായി തുടങ്ങി, ഞാൻ നടക്കാൻ പോകാൻ തുടങ്ങി. കോച്ച് പറഞ്ഞ പോലെ എനിക്ക് ഇത്രയും സ്റ്റെപ്സ് പറ്റി. There is one thing which is made me like appreciate my fitness journey. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ she said that, coach, you know something, I become more leaner and all. എൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നെ ഹഗ് ചെയ്തു. It is, I'm feeling very, you know, Desirable. yeah, I'm feeling it after a very long time, something like that. And I'm like, sure, ഇതെങ്ങനെയാണെന്നുള്ള സാധനം. ആൻഡ് യു നോ, കുട്ടികൾക്ക് അമ്മയോടുള്ള റെസ്പെക്റ്റ് മാറി. അവർ സ്റ്റാർട്ടഡ് ലിസണിങ് ടു ഹർ ബിക്കോസ് ദേ നോ ദാറ്റ് ഷീസ് ഇൻ ടു സംതിങ്. അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി. ഈ ആൾ 10 വർഷമായിട്ട് ഇരുന്ന ആൾ നമ്മുടെ തൃപ്പൂണിത്തുറ എവിടെ ഒരു കോളേജിൽ സൈക്കോളജിയുടെ മാസ്റ്റേഴ്സ് എടുത്തു. ലിഫ്റ്റിലിരുന്നാണ് അവർ പഠിക്കുക. മറ്റേ അവസാനത്തെ 3 മാസം ഇവിടെ വരണമായിരുന്നു. അങ്ങനെ 3 വർഷത്തിന് ശേഷം ഞാൻ ആ ആളെ ആദ്യമായിട്ട് കണ്ടു. Oh my God. എന്നിട്ട് ആൾ ഇവിടെ ഇരുന്ന് അതെടുത്തു, ഒരു സോളോ ട്രിപ്പും പോയി മണാലിക്ക്. ഐ ആം ലൈക്ക്, ഞാൻ പറയണം, ഞാൻ എന്തെങ്കിലും ചെയ്തൊന്നല്ല, ദാറ്റ് മോട്ടിവേറ്റ്സ് മീ എ ലോട്ട്. ഫിറ്റ്നസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒരാളുടെ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ചധികം സ്റ്റോറീസ് എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ദാറ്റ് അഷ്യൂർ മീ I can do better things in my life with my resource and whatever I started studying more from 2017-18. I started studying more. My purpose idaan and high. It's more than monetizing things. Mentally I feel so good because എനിക്ക് ഒരു ആർമി സർവീസ് മാൻ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സിവിൽ സർവീസ് ഏജന്റ്. ഇത് ഞാൻ പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മറ്റേ You look like an army man. Yeah. Increase haircut. Look at the haircut. അതിന്റെ ഒരു ശരിക്കും അലക്സ്, ഞാൻ പറ്റാവുന്ന പോലെയൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് റൈറ്റ് ഗൈഡൻസ് എന്തോ ആ സമയത്ത് എന്തോ നന്നായിട്ട് ഇപ്പൊ നല്ല അതല്ല. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാക്കിയാണ്, ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ യു ഡോണ്ട് നീഡ് ടു വെയർ എ യൂണിഫോം ടു സെർവ് പീപ്പിൾ. Yes. You can be a better human being. So right. And all of you, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, like, you know, you actually healing people, you are serving people and you're healing people in multiple ways. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ ജിമ്മിലേക്ക് വരുമ്പോൾ അലക്സിനെ അന്ന് വന്ന് കാണുമ്പോൾ ഞാൻ ശരിക്കും ഫിസിക്കലി മെൻ്റലി ബ്രോക്കൺ ആയിരുന്നു. അലക്സിനകത്ത് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് ഐ വാസ് ഇൻ മൈ ലോവസ്റ്റ് സ്റ്റെപ്പ്. അവിടെ നിന്നുള്ളൊരു 1 വർഷത്തെ ജേർണി ഹാസ് ബീൻ സോ ട്രാൻസ്ഫോർമേറ്റീവ് ഫോർ മീ. സോ ഇറ്റ്സ് നോട്ട് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്കത് ഒരു പക്ഷേ വേറൊരാളുടെ ഇന്റേണൽ വേൾഡ് അറിയത്തില്ലേലും you guys make lives different and change it for so many people. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇമ്പാക്ട് വി ക്രിയേറ്റ്. ഐ മീൻ അലക്സ് ഭായാണ് ഞാൻ, ഐ വാണ്ട് ടു താങ്ക് യു സേ ദ ചെയിൻ റിയാക്ഷനെ കുറിച്ച് പറയാനാ. യു ക്രിയേറ്റ് സം ഗുഡ് അറ്റ്മോസ്ഫിയർ ഫോർ ഹെർ, സോ ഷീ ബിലീവ് ദാറ്റ് ഹെർ ചിൽഡ്രൻ ക്യാൻ ഗോ ടു എ place and work out, and that will see, that is a chain reaction. ഇപ്പൊ One person is enough to create the change in the rest of the family. ഇപ്പൊ ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് എനിക്കുള്ളത്. ഇപ്പോൾ കാജുൽ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരാൾ വീട്ടിൽ ട്രെയിൻ ചെയ്യിക്കുന്ന കാണുമ്പോൾ ആ സ്ക്രീനിൽ ഇല്ലാത്ത കുട്ടിയോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡോ വൈഫോ ഹൂവർ ഇറ്റ് മേ ബി, they are seeing, they want to start doing it. She is not monetizing from it, but she is creating an impact to a bigger audience. Yeah. That brings me again to the question. I have so many questions further, but I'll have to wrap it up. Business. The whole aspect of business and fitness is so huge now. ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. നമ്മളൊരു റീല് ക്ലിക്ക് ചെയ്താൽ മതി, you will see the entire world downloading on your phone and you realize that how big the industry is. As people who do business with fitness, and അതൊന്നും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റും അല്ല. What is that one thing that you stick to and you abide by, and what is that one advice that you would like to give someone? ലിഫ്റ്റ് തുടങ്ങിയപ്പോൾ ആദ്യം ബൗൺസ് ഒരു ഭയങ്കര എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു. സോ That's such a lovely thing to say. That's such and a lot of people say that we both have, എനിക്ക് അറിയത്തില്ല, കുറച്ച് similarities in the way of work. Of course, you guys look like brothers. So you can start with that because you are the senior, I mean, in the industry. അല്ല, അത് I don't know if I am a right inspiration ഒരു ഇതാണെന്ന് അറിയില്ല, because I don't think I am a businessman. This is my passion, fitness, and I always want to make sure as long as I do this, I'm not working, I'm not doing a business, because that gives me stress. Yes, I have to become a businessman when I think about paying the rent, paying the salary, or think about a certain other aspect when it comes to the money, expense and all. Otherwise, I prefer to live my life by following my passion. So when I interact with people every day, maybe that is one thing which gives me mindfulness. And like you said earlier, I believe this as a great blessing for me to do this job, or me, എന്താ പറയുക, ഒരു ഡിവൈൻ ഒരു
പ്രസൻസ് ഉള്ള ഒരു ജോലിയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. It's a I call blessing. you healers. It is a blessing that I was chosen as a medium to support somebody who comes to me. And at that time, that particular time, I believe I'm not doing anything. Something works through me because I'm കുറെ a പേർക്ക് solution. ഹോസ്പിറ്റലിൽ പോവാതിരിക്കുന്നത് ഇങ്ങനെയുള്ള സെന്റേഴ്സിലാണ്. Centers അതെ, നമ്മളത് പാഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഐ തിങ്ക് വെൻ മൈൻഡ് gives the priority for the money, then I think this game will change. Change completely. So this is my advice. I don't know if it is the right advice to tell the You others. got to be passionate about what you're Passionate doing, and and you follow need the to passion. see this as a higher purpose. Yeah, then when the passion is serving the people or transforming the people, then you are not thinking about the money which comes to your plate. ബിസിനസ് ഫോളോ ആയി. Your satisfaction and your motivation is completely relying on the person's progress and Satisfaction. the work and energy you are investing in people's process. Yes. Yeah, I think I'll completely agree with Alex about if you've come into the industry to make money. I don't think anybody. I don't think that's the right approach. It will not get you very far. ഞാനൊക്കെ ആക്ച്വലി I had my own company at that point. And I was kind of disillusioned I with want what to I tell was. you that you know what company she was selling aircraft. I know. She was selling aircraft, private jets. You didn't know that, Ajit. That is what she was selling. She was tried to selling sell one aircraft to Prithviraj also. That time we talked to him. So coach, he is actually my first coach. അല്ല, I ഞാൻ know, ഇവരെ he's the കോണ്ടാക്ട് ചെയ്യാൻ ഒരു first ചാൻസും ഇല്ല ഞാൻ. അതാ. അല്ല, ആ സമയത്ത് ഇന്ദ്രജിത്ത് ആ സമയത്ത് ജിമ്മിൽ വരും. അതെ ഞങ്ങൾ Anyway, so that was an area that was not my passion, but Oh, your clients. that was not my passion. And in my mid-40s, ആ ഒരു സമയത്താണല്ലോ people call it midlife crisis, പക്ഷേ എനിക്ക് അതൊരു midlife midlife awakening. enlightenment ആയിരുന്നു. അതെ. And I was like, illa, where is my happy place? And I said, gym. It was a no-brainer. I was that physically very active kid, and I've always been very volleyball കളിക്കുമായിരുന്നു school life, represented my school, and always used to exercise and all that. And my happy place is the gym, and I knew I had to study something. I knew everything. Pilates കേട്ടിട്ടുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. I wanted to curiosity. and That's she the only has thing. this unlimited curiosity. She comes up with a lot of questions Yeah, I every think day. more than our training session, I'll be like, but why, but how, Yeah. but what? And then Which was I great. went and learned it. It took me 1.5 years. I used to keep going back to that center. I used to keep paying them ഒരു 1 hour സെഷൻ്റെ ട്രെയിനിങ്. ആൻഡ് 2 ദിവസം ഇരുന്ന് ഞാൻ ട്രെയിൻ ചെയ്ത് 1.5 കൊല്ലം അങ്ങനെ ചെയ്തിട്ടാണ് ഫൈനലി ഐ സെഡ് ഓക്കെ മേ ബി ഐ വിൽ ടീച്ച്. Maybe this may be helpful for somebody else. I feel like there is so much potential because I can see it in my own body. I have a lower back issue problem. And I can see it in my own body, the benefits. Let me now start to teach somebody. And it was just a very organic growth from there. Yeah, definitely when you... Yeah, she and has that tremendous amount of passion for the subject. 2017 വെച്ച് ഞാൻ കേൾക്കുന്നത് ലൈക്ക് പിലാറ്റസ് ഈസ് ഓൾവേസ് കജലാണ്. അപ്പോൾ നമ്മുടെ കൊച്ചി ചെറിയ സർക്കിളാണല്ലോ, എല്ലാവർക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാം. അപ്പം ഈവൻ ഐ സ്റ്റാർട്ട് ഓക്കെ പിലാറ്റസ് ആണ് കാജൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈവൻ ഐ ഡോണ്ട് നോ ഹർ, ബട്ട് I know that from the clients she is doing really well. The mat Pilates is going well. എനിക്ക് പിലാറ്റസ് എന്താണെന്നപ്പോൾ അറിയത്തില്ലായിരുന്നു. 2017 I'm saying. Then പിന്നെ കോമൺ ക്ലയൻസ് വന്നു കാച്ചലിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യുന്നവർ അങ്ങനെ. So yeah, so she has that. Then she brings reformers now, and reformers are very expensive. അല്ലേ? They are pretty expensive. So it's a big investment. It's a step up for you. Yeah, it's the right time I felt for me to, go further into, make that further investment commitment into Pilates. And I see, ഞാൻ actually certification in reformer ചെയ്തിട്ട് 4-5 കൊല്ലമായി. And I was waiting for some studio to start so I can go teach there. That never happened. So I said, I will be the change. I will do this. But the time Pilates is is right. an expensive one, no? All said and Yeah, done. that's It is why pretty it is- expensive. See, I have actually consciously, I used to practice mat Pilates to make it more accessible to people. And all my, അത് ഒരു മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. And ബാക്കി all my clients are one-on-one private sessions. Because the real benefit comes with that one-on-one. They all both vouch for it. Because they have both invested in that philosophy. Personal. Yes. അപ്പം ഇതിനകത്ത് ബിസിനസ് ആസ്പെക്ട് ഒരു കൊമേഴ്ഷ്യൽ ജിമ്മ് ഭയങ്കര രസമാണ്. ഐ മീൻ സെല് ചെയ്യാൻ നമ്മൾ അറിയണ്ട, ബോധേഡ് അല്ല. കുറച്ച് പേര് വരുന്നു, അവർ വർക്ക്ഔട്ട് ചെയ്യുന്നു, അവർക്കൊരു പ്രീസെറ്റ് പ്ലാൻ ഉണ്ടാവുന്നു, ചെയ്യുന്നു.
പോകുന്നു. ദാറ്റ് ഈസ് ലൈക്ക് അത് ട്രാക്ക് ചെയ്യാനും എളുപ്പമാണ്. മന്ത്ലി സൈക്കിളിൽ പേയ്മെന്റ് വരും. ഇത് ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ബിസിനസ് ഐഡിയ ആയിട്ട് അല്ലേ? business idea ആയിട്ട്. ബിസിനസ് ഐഡിയ Business idea. ഭയങ്കര ഗ്യാരണ്ടി ഉള്ളൊരു ബിസിനസ് ബിസിനസ്സാണ് അത്. അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ മോഡൽ ബിൽഡ് ചെയ്യുക. സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോഡൽ ബിൽഡ് ചെയ്യുക. ഹൗ ടു ബി സസ്റ്റൈനബിൾ ഇൻ ദ സെൻസ് ഗീവ് റിസൾട്ട്. അപ്പോൾ ആര് നല്ല സർവീസോ പ്രൊഡക്റ്റോ പ്രൊവൈഡ് ചെയ്താലും അതിന് കറക്റ്റായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. സോ ഐ വൗച്ച് ഫോർ ബി സെൽഫ്ലെസ്. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തോ, പക്ഷേ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിൽഡിംഗ് റൺ ക്ലബ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ലൈക്ക് ദിസ് ഇസ്, ബട്ട് മെയിൻ പേർപ്പസിൽ നിന്ന് മാറാതിരിക്കാൻ ടു ദ ബി റിസൾട്ട് ഓറിയൻറ്റഡ്, ബി സസ്റ്റൈനബിൾ, ടീച്ച് ദം. ആ രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ബിസിനസ് വിൽ ഫോളോ. ആൻഡ് ഗുഡ് വില്ലും കൊണ്ട് മാത്രം നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഓഡിയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു ദർ വിൽ ബി എ പോയിന്റ് പീപ്പിൾ വിൽ ഡിമാൻഡ് ഫോർ ദ റിസൾട്ട്. സോ work with the quality and skill set. One more thing I will add, Alex bhai, it will also, like I'm talking about lift and bounce. Lift in the model, bounce in the model, easy to copy. If you are fitness enthusiast, easy ആണ്. ഇപ്പോൾ if you come up with ഒരു once year, ഞാൻ സംസാരിച്ചിരുന്നു, ബെറ്റർ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരാം, ബെറ്റർ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് കൊണ്ടുവരാം, ബെറ്റർ ആയിട്ട് ഉള്ള അമേരിക്കൻ പ്രൊഡക്ട്സ് എല്ലാം കൊണ്ടുവരാം. അപ്പോൾ തന്നെയിലും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ വന്നാൽ അയാൾ അതിൻ്റെ ഇരട്ടി മുടക്കി കഴിഞ്ഞാൽ അതിലും ബെറ്റർ ആയിട്ട് കൊണ്ടുവരാം. So what you cannot take from lift and bounce is the skill set and the energy there. That is, we created it in Through time. your years of experience And time being passion, commitment, consistency, thirst for knowledge, being early mornings, late nights, selfless effort. Like ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിരിക്കും, ഞങ്ങളുടെ ഹോളിഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ പീക്ക് ടൈം ആയിരിക്കും. But we show up, we make sure that we are there for you, and we create that kind of energy. We took responsibility. And we are very passionate to change people, help people in any way. അങ്ങനത്തെ ഒരു നല്ല ടീമിനെ ഞങ്ങൾ സെറ്റ് ചെയ്തു. ആ എനർജി, ആ സ്കിൽ സെറ്റ് ബൗൺസിൽ നിന്നും എടുക്കാൻ പറ്റില്ല, ഫോർ ഷുവർ. That I must say, because I know for a fact about Lift, I will have a prompt message coming in the previous evening from your trainer Roshan. Naale evening 5 PM alle ma'am, okay, for Adyandia. Same thing when it comes to Edison. I have not seen a more dedicated person. On dot. Yeah. On dot. Everybody loves it. And doesn't give me like no leeway. ആ ഒരു മണിക്കൂർ complete focused attention and dedication. And all those people in the gym, whoever works with you in the gym, each of that person matters. And creating that team, which you will very soon, Kajal. And I'm in the I'm process of looking building forward that to it, team. and I'm praying for you. ആ ഒരു ടീം ബിൽഡ് ചെയ്യുക is probably the most crucial part. Coming to the last part of the conversation, one thing, one motto, one thought you live by, professionally ആവണമെന്നില്ല, personal motto. Because I think you all are healers. ഞാൻ healers എന്നാണ് വിളിക്കുന്നത്, ഞാൻ trainers എന്നല്ല. The magic you are, ഒരു കോട്ടാണ്, the magic you are looking for stays beyond your comfort zone, or the work you avoid. Oh, the magic you are looking for stays beyond Or your comfort. the work you avoid. Yeah, that is one thing we usually, നമ്മൾക്ക് എപ്പോഴും ഇന്ന് വയ്യ വർക്കൗട്ട് ചെയ്യേണ്ട. ബട്ട് ദർ ആർ സർട്ടൻ സെറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇമോഷൻ ഡ്രിവൺ അല്ലാതെ പ്രോസസ് ഡ്രിവൺ ആയിട്ട് ചെയ്യേണ്ട. അത് ഗുഡ് ഡേയ്സ് ആണെങ്കിലും ബാഡ് ഡേയ്സ് ആണെങ്കിലും സണ്ണി ആണെങ്കിലും യു ഹാവ് ടു ഷോപ്പ് ഫോർ വർക്ക്, യു ഹാവ് ടു ഡു യുവർ വർക്കൗട്ട്, യു ഹാവ് ടു ഹീറ്റ് പ്രോപ്പർ, യു ഹാവ് ടു സ്ലീപ്പ്. ഇതെല്ലാം റുട്ടീനായിട്ട് ചെയ്യണം. ഇതൊരിക്കലും ഇമോഷൻ ഡ്രിവൺ ആവരുത്. വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇമോഷൻ ഡ്രിവൺ, then it is not in our control. So I always try to stick with that and think more about the world, less about yourself. അത് മിയാമോട്ടോ മുസാഷി എന്ന് പറഞ്ഞൊരു സാമുറായുടെ കോട്ട, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. I love his quotes. ഞാൻ എന്റെ സ്റ്റോറി തുറന്നു നോക്കും, കോട്ട് കാണും. രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരു കോട്ട് കാണും. റോഷൻ എന്നോട് പറഞ്ഞു, മേലെ ഇവിടെ കോട്ട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളത് കോട്ട് വെച്ച് സംസാരിക്കണോ? എല്ലാ ട്രെയിനേഴ്സും അത് ക്ലീഷയാ, ഇറ്റ് ഈസ് ബോറിംഗ്. സി ഇറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. എന്റെ 2 കോട്ട് കഴിഞ്ഞു, നിങ്ങൾ പാസ്. കോട്ടിന്റെ പിട്ടാരയാണ്. I love seeing your videos, your stories, by the way. രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന ബെസ്റ്റ്. അതെന്താണെന്നറിയോ, അതെല്ലാം ആക്ച്വലി ഞാൻ അങ്ങനെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും അത് ഒരിക്കലും
ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല, അത് ഇറ്റ്സ് ഫോർ മീ. ഞാൻ ഐ ഹാവ് ടു വാക്ക് ദ ടോക്ക്. I should learn. ഇറ്റ്സ് ഫോർ മീ. അത് ആരെങ്കിലും അത് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദം, അത് അവരും ബെനിഫിറ്റ് ചെയ്യട്ടെ. പക്ഷെ ഇത് ഞാൻ എന്നെ അഷ്യൂർ ചെയ്യണേ, അല്ലെങ്കിൽ ദർ ഇസ് എ ബിഗ് ചാൻസ് ദാറ്റ് ഐ ക്യാൻ ഡീവിയേറ്റ് ഓർ ലൈക്ക് I can't have it. It's for me. I am helping myself. Absolutely. I do that a lot too. Yeah, for that myself makes you and very I for also others. watch your stories. It is very nice. I don't have അങ്ങനെ ഒരു quote or anything, but of late what I've been telling myself is be kind to yourself. Just be a little kinder. Because I'm like that tough on myself. Yes. Tough, making sure that you do this and I do that and I do this. എല്ലാം ഭയങ്കര regimented ആയിട്ട് disciplined, maybe ഇച്ചിരി over ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. And I'm 47 now, and life is now teaching me to slow down a bit. It's okay if you don't do strength training thrice a week, because it's okay. It's okay to cut it down by 1 or 2 days. It's okay. You will still manage to keep those muscles. And just to be kinder to oneself, but also know when you have to be tough on yourself. Our wisdom is what I'm constantly seeking. And I always look up to your stories to know what is the right food to eat, what you can eat. Adokke kanum, nutrition is big on her. Like nutrition and I think exercise, movement is big on her profile as a daily part of life. And meditation, yes. I think that is the center of my life, which keeps everything else in Alignment. Yeah. Yes. Find the purpose and never forget the purpose, and be truthful to your purpose. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ we live in a time where maybe ഒരു supplement എന്ന് പറയുമ്പോൾ in the past, or we still have the idea or we believe this is made with the purpose of making you healthy. ഒരാൾ ഒരു ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞു വരുന്നത്, I appreciate than the person who's giving you a supplement with a label, okay, everything ഉണ്ട് but nothing is inside. അപ്പോൾ ഇവിടെ നമ്മളൊരു പേർപ്പസിനെ കംപ്ലീറ്റ്ലി മിസ്ഗൈഡ് ചെയ്യുവാണ് എന്ന് പറയുന്ന പോലെ വെൻ യു ആർ ചൂസൺ ടു ഡു ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷൻ, ഇതുപോലെ ഹെൽത്ത്, ഒരു ഹ്യൂമൻ ഹെൽത്ത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. കാരണം നമ്മുടെ ഒരു നേരത്തെ ചെറിയൊരു ആബ്സെൻസ് ഓഫ് മൈൻഡോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവോ it can lead to a big problem which hasn't happened so far yet, touch wood. അപ്പോൾ അത്രയും ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് we can also prevent people from getting injured or getting illness or എന്താ പറയുക early aging. അങ്ങനെ we can also help people to reverse all this thing. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പ്രൊഫഷനിലോട്ട് ഒരാൾ വന്നാൽ they are meant to provide and service with the right purpose. ആ purpose മറന്നിട്ട് when they focus on something else, then this is completely gone in the എന്താ പറയുക wrong direction. ഈ പറഞ്ഞ പോലെ ഒരു ലേബലിൻ്റെ മറവിൽ we are selling a fake thing. അങ്ങനെ ആവരുത്. അപ്പോൾ ആ purpose മനസ്സിലാക്കുക and serve the right thing. Truthful to ourselves. Truthful to Be ourselves. honest. Be honest to your. And I think it is always curiosity that keeps you going. It's the curiosity, the willingness to learn, the openness to learn new things, the openness to imbibe and change and be flexible with new things coming in. Idokkeyanu that makes you the thorough professionals that you all are, and I'm so proud and happy Thank to you. be here. Special thank to you, Dhanya, because why? ഒരു ഹെൽത്തി കോൺവെർസേഷൻ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് എനിക്ക് കേൾക്കാനും സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഇറ്റ്സ് ലിറ്ററലി ഹെൽത്തി കോൺവെർസേഷൻ. ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഒരു സമയമോ ആളുകളിലോ അറൗണ്ട് എനിക്ക് കുറേ നാളായിട്ട് ഉണ്ടായിട്ട് what I realized is നമുക്ക് there is something good to share with people, right information and misunderstanding. ഇതിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഈ ഒരു 3 പേരിലും ഞാനത് ഈക്വൽ ആയിട്ട് There was no private propaganda. അതെ. The intentions were all in the right Like place. to put out the right information to people, so people benefit. റൈറ്റ് ഗൈഡൻസിലോട്ട് പീപ്പിളുടെ അറ്റൻഷൻ കൊണ്ടുവരിക എന്നുള്ളായിരുന്നു എൻ്റെ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഒരാൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഓർ ലൈക്ക് വാട്ട് എവർ ഇറ്റ്, ഇഫ് യു സ്റ്റാർട്ട് മൂവിങ്, ഇത് ഒരാളായിരിക്കില്ല. ഐ ആം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് an impact and a ripple effect should, for yeah. a lot of people, and I can vouch for it. കാരണം ഞാൻ credit personally goes to you to bring this. കാരണം ഈ Thank you, സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. ഈ നോളജ് ഇസ് ലാക്കിംഗ് among people. People are ending up doing a lot of mistakes. And it's so
എൻ്റെ അമ്മയൊക്കെ നീ സർജറി 2 മുട്ടും ചെയ്തിട്ട് ഇരിക്കുന്ന ആൾ. ആൻഡ് ഐ എം ലൈക്ക് അമ്മ, ആൻഡ് മൈ ഫാദർ വാസ് എ സ്റ്റേറ്റ് ലെവൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ. ഓക്കെ, ഫ്രോം എ സ്റ്റേറ്റ് ലെവൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ടു മൈ അമ്മ വിത്ത് ഹർ 2 മുട്ട്. ഐ എം ലൈക്ക് അപ്പച്ച എങ്ങനെയെങ്കിലും അമ്മേനെ അമ്മ ചെയ്യത്തില്ല. we need But to she could have avoided that, you know, if she had at least done at least something with my father. So to all the moms, the grandmoms, the grandchildren, to all my friends out there, if you're not doing exercise, please change your lifestyle and This is bring call in to action. exercise as a part Yeah. of your daily routine. And children start early. And Don't children, wait. please start early. Don't wait until it comes to Yeah, and you. parents of children, please send them. It's okay. My kids are going, we're creating a ruckus But at the gym. find the right place. That's Find the also right very place. Yeah, important. find the Don't right send place them- and find the Yeah. right people. Find That the is right so people. important. Each one teach one and like pass it forward, like, you Yeah, know. yeah. Thank you. Thanks for watching. Bye. Thank you. Thank you.